നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ കിടന്ന് ഓടുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കളോടും നമ്മുടെ സഹോദരങ്ങളോടും വഴക്കം പിടിച്ച് കേസും കളിച്ച്, അപ്പുറേ നമ്മുടെ അയലോക്കംകാരനോട് അടിയുണ്ടാക്കി, അരയടി സെൻറ്റ് വേണ്ടി വഴക്കം പിടിച്ച് യുദ്ധവും ചെയ്ത്, അല്ലെ സഹോദരങ്ങളോട് ജീവിതകാലം മുഴുവൻ കേസും കൊടുത്ത്, അല്ലെ അമ്മായിയച്ഛനെതിരെ കേസും കൊടുത്ത്, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എന്തിനാണ്? വിസയും പാസ്പോർട്ടും നേരെ കഴിഞ്ഞു സീലടിച്ച് കൈ തന്നു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ സ്ഥലം വിടേണ്ട വെറും ടൂറിസ്റ്റുകളായിട്ട് ജീവിച്ചു പോകേണ്ട ആൾക്കാർ ഇതൊന്നും വല്ലതും ആസ്വദിക്കാറുണ്ടോ? നമ്മൾ പല ആൾക്കാരും ഒരു സൂര്യോദയം ആസ്വദിക്കാറുണ്ടോ, സൂര്യാസ്തമയം ആസ്വദിക്കാറുണ്ടോ? ഇതൊന്നും ആസ്വദിക്കാതെ പ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ? ഈ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ടോ? ഓരോ ജീവികളും എത്ര എത്ര വിദഗ്ധമായിട്ടാണ് ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഭംഗി, ഇതൊന്നും നമ്മൾ ആസ്വദിക്കാറില്ല. ഒരു ജീവി ഓരോ ജീവികളെ നോക്ക്, എന്താ അതിൻ്റെ സൗന്ദര്യം, ഇതൊക്കെ ആരാ ഡിസൈൻ ചെയ്തത്? ചില കിളികളൊക്കെ ഉണ്ട്, എന്താ സൗന്ദര്യം, ഇതൊക്കെ ആരാ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ആരാ ചെയ്തത്? ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, എത്ര പേര് ആലോചിക്കാറുണ്ട്? അപ്പം നമുക്ക് ആവശ്യം പൈസ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഫ്രീഡം, ഈ ലോകത്ത് നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ടി ഒറ്റ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന വിസയും പാസ്പോർട്ടുമാണ്. രണ്ടാമതുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു. അത് പലപ്പോഴും ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കി പറയുന്ന കഥകളാവാനാണ് സാധ്യത. അതിനെ സാധ്യതയുള്ളൂ. ഇതുവരെ സ്വർഗത്തിൽ പോയി ആരും തിരിച്ചു വന്ന് അവരുടെ അനുഭവം എക്സ്പീരിയൻസ് ഷെയറിങ് നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, എല്ലാ മതങ്ങളും ഇങ്ങനെ പറയുന്നതെന്നല്ലാതെ അത് പലപ്പോഴും ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി പേടിപ്പിക്കാൻ പറഞ്ഞാവാനാണ് സാധ്യതയുള്ളൂ. കാരണം പലപ്പോഴും നിങ്ങൾ പിന്നീട് സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ നരകമാക്കരുത്. ഇവിടെയാണ് സ്വർഗം. ഈ സ്വർഗം നമ്മൾ ആസ്വദിക്കാനും മറ്റുള്ള ആൾക്കാർക്ക് ആസ്വദിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അന്നേരമല്ലേ. അത് എന്നുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇതുവരെ ആരും പോയിട്ട് വന്ന് സ്വർഗം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും മനസ്സിലാക്കേണ്ട മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ബുക്കുകൾ വായിക്കുകയോ ഏതെങ്കിലും ഗുരുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, ജീസസ് പറയുന്ന സെൻറ്റൻസ് ഉണ്ട്, വാട്ട് എവർ യു ആസ്ക് ഫോർ ബിലീവ് യു ഹാവ് റിസീവ്ഡ് എന്ന് പറയും. അതായത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഇത് ബൈബിളിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ്, അതായത് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നും നിങ്ങൾ ഏത് മാനിപ്പുലേഷൻ ബുക്കുകൾ വായിച്ചാലും അല്ലെങ്കിൽ ഏത് ഗുരുവിനെ ഫോളോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യം, അത് ഓൾറെഡി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ മാനസികാവസ്ഥ ജീവിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തല്ല, നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ള അല്ല ആഗ്രഹിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൊടി തട്ടിയെടുക്കുക. ഇന്ന് എന്താണെന്നോ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നോ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ടല്ല നാളെ. പാസ്റ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. പല ആൾക്കാരും പാസ്റ്റിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അയവിറക്കി ജീവിച്ചാണ് അവരുടെ ഫ്യൂച്ചർ മുഴുവൻ കളയുന്നത്. ഒരിക്കലും പാസ്റ്റിലെ നെഗറ്റീവ് ചിന്തിച്ച് ഫ്യൂച്ചർ കളയരുത്. പ്രസൻറ്റിൽ ജീവിക്കുക. പ്രസൻറ്റിൽ ഹാപ്പി ആകുന്ന ഒരാൾക്ക് മാത്രമേ ഫ്യൂച്ചറിൽ ഹാപ്പി ആകാൻ പറ്റുള്ളൂ. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും മുതൽക്കൂട്ടുകളാണ്. പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളെ പല ആൾക്കാരും നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർ ചതിച്ചിട്ടുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇത് മുഴുവൻ നിങ്ങൾക്ക് അനുഭവങ്ങളും അസറ്റുകളും ആവാം. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇത് മുഴുവനും നിങ്ങളുടെ ട്രാജഡി ആകാനും